യെസ്. ഈ ആഴ്ച നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ന്യൂസും അപ്ഡേറ്റ്സും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മളെന്താണ് ഈ ആഴ്ച ഒരു വീഡിയോയും കൂടി ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ റെഡ് ഹൾക്കിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ സ്പൈഡർമാൻ 4 മിക്കവാറും ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഇതെല്ലാം തന്നെയാണ് നമ്മൾ എന്താണെങ്കിലും നോക്കാൻ പോകുന്നത് ഈ ഒരു ന്യൂസ് വീഡിയോയ്ക്കകത്ത് തന്നെ. സോ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ആരുടെയും സമയമൊന്നും ഞാൻ കളയുന്നില്ല. അപ്പോൾ നമുക്ക് തുടങ്ങിക്കളയാം. സോ ആദ്യം തന്നെ നമുക്ക് നേരെ ബാറ്റ്മാൻ്റെ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് തന്നെ നമുക്ക് നോക്കാം. നേരത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോളിൻ ഫാരൽ തന്നെ നമുക്ക് കൺഫേം ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പെൻഗിന്റെ സീരീസ് തീർന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ക്യാരക്ടറിനെ നമുക്ക് ഇനി വരാൻ പോകുന്ന ബാറ്റ്മാൻ സിനിമയ്ക്കകത്ത് കാണാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് റീസെന്റ് മാറ്റ് റീവ്സും അത് കൺഫേം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി വരാൻ പോകുന്ന സിനിമകളിലെല്ലാം നമുക്ക് പെൻഗിന്റെ ക്യാരക്ടറിനെ കാണാൻ കഴിയുന്നത് തന്നെയായിരിക്കും. പക്ഷേ മാറ്റ് റീവ്സിന്റെ കൂടെ തന്നെ വലിയൊരു സിനോപ്സിസ് നമുക്ക് ബാറ്റ്മാൻ 2നെ കുറിച്ച് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പറഞ്ഞാൽ ഈ സിനിമയ്ക്കകത്ത് അവർ കുറച്ചും കൂടി കൂടുതൽ ഉദ്ദേശിക്കുന്നത് ബ്രൂസ് വെയിൻ അല്ലെങ്കിൽ ബാറ്റ്മാൻ്റെ ആ ഒരു ക്യാരക്ടർ കുറച്ചും കൂടി സ്ട്രഗിൾ ചെയ്യുന്ന കാണിച്ചു തരാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ സിനിമയിൽ ഇത് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബാറ്റ്മാൻ 1 സിനിമയ്ക്കകത്തുള്ള ഇവൻറ്റ്സ് റിഡ്ലർ ചെയ്ത പല കാര്യങ്ങളും പുള്ളിക്കാരനെ, അതായത് ബാറ്റ്മാനെ തന്നെയാണ് ബ്ലെയിം ചെയ്യുന്നത് ഈ ഒരു സിറ്റിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ. സോ അതുകൊണ്ട് തന്നെ ഒരു രീതിയിൽ ഒരു ബ്രോക്കൺ, അതുകൂടാതെ തന്നെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബാറ്റ്മാനെ ആയിരിക്കും നമ്മൾ ബാറ്റ്മാൻ 2ന്റെ സ്റ്റാർട്ടിങ്ങിൽ കാണാൻ പോകുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു സിനോപ്സിസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ഈ അടുത്തിടയിൽ നമ്മൾ ചെറിയൊരു റൂമർ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഗോഡ്സില്ല -1ന്റെ ഡയറക്ടർ ആയിട്ടുള്ള തകാഷി മാർവലായിട്ട് കൊളാബറേറ്റ് ചെയ്തൊരു സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് അത് ഡീബങ്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ടക്കാഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജെ എബ്രഹാംസ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്, അല്ലാതെ മാരോൽ ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ അല്ലെന്നാണ് നമുക്ക് സാഡ്ലി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ എന്നിരുന്നാൽ തന്നെ ഗോഡ്സില്ല -1ന്റെ പാർട്ട് 2 എന്താണെങ്കിലും തക്കാഷി തന്നെയായിരിക്കും ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആ ഒരു സെയിം ഡയറക്ഷൻ ലെവലിൽ തന്നെ നമുക്ക് എന്താണെങ്കിലും പ്രതീക്ഷിക്കാവുന്നതാണ്. സോ റീസെന്റ് ഒരു ഇന്റർവ്യൂവിനകത്ത് നമുക്ക് സെന്തിയുടെ ഭാഗത്തുനിന്ന് ഒരു അഭിപ്രായം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് എന്ന് പറഞ്ഞാൽ സെന്തിയെ കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് ടോം ഹോളൻഡ് ആയിട്ട് ഏതൊരു പ്രൊജക്ട് ചെയ്യാനെന്നുള്ളൊരു കാര്യം തന്നെയാണ്. പുള്ളിക്കാരി പറയുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു ക്യാരക്ടർ ഡൈനാമിക്സ് ഉണ്ട്. അത് സെറ്റിലാണെങ്കിലും അതുകൂടാതെ തന്നെ അവരുടെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലാണെങ്കിലും അവർക്ക് ആ ഒരു കെമിസ്ട്രി ഉണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി കുറച്ചും കൂടി കൂടുതൽ ടോം ഹോളൻഡ് ആയിട്ട് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്യാനാണ് പുള്ളിക്കാരിക്ക് താല്പര്യം എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ആൻഡ് ആ കാര്യം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണെങ്കിലും ലാസ്റ്റ് ഓഫ് അസിന്റെ സീസൺ 2ന്റെ ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. യെസ്, 2025 സ്പ്രിംഗിലായിരിക്കും നമുക്ക് ആ ഒരു സീരീസ് കാണാൻ പോകുന്നതെന്നാണ് നമുക്കിപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് അതുകൂടാതെ തന്നെ നിങ്ങൾ പീസ് മേക്കറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെയും ചെറിയ രീതിയിൽ നമുക്കൊരു റൂമേഡ് ആയിട്ടുള്ളൊരു ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 2025 നമുക്ക് സീസൺ 2 കാണാൻ പോകുന്നതെന്നാണ് നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ പാപ്പോയെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരൻ ചീര കഴിക്കുന്നു, അതുകൂടാതെ തന്നെ മസിൽ ഉണ്ടാക്കുന്നു, പിന്നെ ബ്രൂട്ടസിനെ പോയി വട്ടക്ക് കിടന്ന് ഇടിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് പപ്പോയുടെ ഒരു ലൈവ് ആക്ഷൻ സിനിമ കുറേ നാൾ മുമ്പ് തന്നെ അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണം അവർ അതിനൊരു ഹൊറർ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കാൻ പോകണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണേ. ആൻഡ് അതുകൂടാതെ തന്നെ ഇതൊരു R-rated സിനിമ തന്നെയായിരിക്കും. അതായത് ഭയങ്കര ബ്ലഡ് ആൻഡ് ഗോർ ഉള്ളൊരു സിനിമയായിരിക്കും എന്നുള്ളൊരു അപ്ഡേറ്റും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നോ, പപ്പോയും മിക്കവാറും എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടാൻ പോകുന്നത്. നമുക്ക് എന്താണെങ്കിലും അടുത്ത വർഷം ആദ്യം തന്നെ ഇതിനെക്കുറിച്ച് അപ്ഡേറ്റ് ലഭിക്കുമെന്നാണ് നമുക്കിപ്പോൾ ഏകദേശം റൂമേഴ്സിൽ കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് ഇനി നമ്മൾ നേരെ ഏലിയൻ എർത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരീസ് റീസെൻ്റ്ലി ആ ഒരു ഏലിയൻ ഫ്രാഞ്ചൈസിൽ തന്നെ അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് ആദ്യത്തെ 1979 ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒറിജിനൽ ഏലിയൻ സിനിമയുടെ പ്രീക്വൽ ആയിട്ടായിരിക്കും നമുക്ക് ഇതെന്താണെങ്കിലും കാണാൻ പോകുന്നത്. ആൻഡ് അതിൻ്റെ ചെറിയൊരു ടീസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് അത് കൂടാതെ തന്നെ അതിൻ്റെ ചെറിയൊരു സിനോപ്സിസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണ അവരൊരു ഡെർലിക് സ്പേസ് ഷിപ്പ് കണ്ടു കിട്ടുന്നു അവർക്ക്. ആൻഡ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഏലിയൻ വരുന്നു ആൻഡ് പിന്നെ ബാക്കിയുള്ള സംഭവം. ആൻഡ് ഇതൊരു പുതുമയായിട്ടുള്ളൊരു പ്ലോട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് തന്നെയാണ് നമ്മൾ എല്ലാ ഏലിയൻ സിനിമയ്ക്കകത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെ. സോ എന്താണെങ്കിലും ഏലിയൻ എർത്ത് അവരെന്താണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കുക്ക് ചെയ്യട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഏലിയൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത മറ്റൊരു വ്യക്തി തന്നെയാണ് നമ്മുടെ പ്രെഡേറ്റർ ബാറ്റ്ലാൻഡ്സിനെ കുറിച്ചൊരു അപ്ഡേറ്റ് അതിൻ്റെ ഡയറക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, പുള്ളിക്കാരൻ പറയുന്നത് ഇതുവരെയുള്ള എല്ലാ സിനിമയിലും നമ്മൾ പ്രെഡേറ്ററിനെ ഒരു വില്ലനായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ ചില സിനിമയിൽ നമ്മളൊരു ആൻറ്റി ഹീറോ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഭൂരിഭാഗം എല്ലാത്തിലും നമ്മൾ വില്ലനായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ സിനിമയ്ക്ക് അത് ബാഡ്ലാൻഡ്സിൽ ഒരു പ്രെഡേറ്ററിനെ ഒരു ഹീറോ ആയിട്ട് ചിത്രീകരിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. യെസ്, പുള്ളിക്കാരൻ അറിയാം അത് ഭയങ്കര വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു സിനിമയ്ക്കകത്ത് കുറച്ചും കൂടി കൂടുതൽ പ്രെഡേറ്ററിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും. ആൻഡ് പ്രെഡേറ്റർ തന്നെയായിരിക്കും ഹീറോ. ആൻഡ് അത് പറയുമ്പോൾ തന്നെ അവർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഈ ഒരു സിനിമ കുറേ കൂടി കൂടുതൽ ഹൊററിനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് അത് കൂടാതെ തന്നെ ബ്ലഡ് ആൻഡ് ഗോർ നമുക്ക് കാണാൻ കഴിയുന്നു.
നമുക്ക് നോക്കാം. നമുക്ക് മറ്റൊരു അപ്ഡേറ്റ് ഡെൻസൽ വാഷിംഗ്ടന്റെ ഭാഗത്തുനിന്ന് ഇനി വരാൻ പോകുന്ന ബ്ലാക്ക് പാന്തറിന്റെ 3ാം പാർട്ടിനെ കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ഡെൻസിൽ പറയുന്ന ഇതാണ്, റയാൻ കൂഗ്ലർ തനിക്ക് വേണ്ടി ഒരു സ്പെസിഫിക് റോൾ ഈ ഒരു സിനിമയ്ക്കകത്ത് എഴുതുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നോട് ചോദിക്കുവാണെങ്കിൽ ഇനിയിപ്പോൾ ആ ഒരു ലെഗസി ഏറ്റെടുക്കാൻ പറ്റുന്ന വലിയൊരു ആക്ടർ ആരാന്ന് ചോദിച്ചാൽ അത് ഡെൻസൽ തന്നെയാണ്. ആൻഡ് ഡെൻസലിനെ കൊണ്ട് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നുന്നു. സോ എൻ്റെ അഭിപ്രായം അത് മറ്റൊന്നുമല്ല, ബ്ലാക്ക് പാന്തറിന്റെ ക്യാരക്ടർ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ആൻഡ് ആ കാര്യം പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്, നമ്മുടെ ബ്രാഡ് നമ്മുടെ മാർവൽ ടെലിവിഷൻ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ CEO തന്നെയാണ്. ആൻഡ് പുള്ളിക്കാരൻ ഈയിടയ്ക്ക് മറ്റൊരു കമന്റ് ഡെയർ ഡെവിൾ ബോൺ അഗൈനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഓൾറെഡി ആ ഒരു സീരീസ് സീസൺ 2 വേണ്ടി അവർ റിന്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെ അവർ ഇനിയും കുറച്ചും കൂടി കണ്ടിന്യൂഷൻ സീസൺ 2 അവരെന്തായാലും നിർത്താൻ പോകുന്നില്ല. മൾട്ടിപ്പിൾ സീസൺ അവർ സത്യം പറഞ്ഞാൽ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സീസൺ 1 ഇറങ്ങിക്കുമ്പോഴേ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് മാർവൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ കണ്ട പോലെ ആയിരുന്നോ ഇല്ലയോ എന്നുള്ളൊരു ഐഡിയ നമുക്ക് എന്താണെങ്കിലും ലഭിക്കുന്നത് തന്നെയാണ്. ആൻഡ് മൾട്ടിപ്പിൾ സീസണിലേക്ക് അവരെന്താണെങ്കിൽ കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചാൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്, നല്ലൊരു സ്റ്റോറി ഉണ്ടെങ്കിൽ തന്നെ. സോ ഇനി നമുക്ക് മറ്റൊരു അപ്ഡേറ്റ് എലിസബത്ത് ഓൾസൺ അല്ലെങ്കിൽ നമ്മുടെ വാൻഡയുടെ ഭാഗത്തു നിന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആൻഡ് പുള്ളിക്കാരി റീസെന്റ് ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞത്, ഞാൻ എന്തുകൊണ്ടാണ് എപ്പോഴും തിരിച്ച് മാർവലിലേക്ക് തന്നെ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ചെറിയ പ്രൊജക്ട്സിലൊന്നും വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അത് എസ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ സീരീസുകൾ, അതുകൂടാതെ തന്നെ സ്ട്രീമിംഗ് മൂവീസ്, എനിക്ക് എപ്പോഴും വലിയ പ്രൊജക്റ്റ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ മാർവലിലേക്ക് എപ്പോഴും ഞാൻ നോക്കുകയാണെങ്കിൽ മാർവൽ എനിക്കൊരു ഇൻഷുറൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും മാർവലിലേക്ക് തിരിച്ചു വരുന്നതെന്നാണ് നമുക്ക് എലിസബത്ത് ഓൾസന്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോ ചോയ്സസ് ഉണ്ടാകും അവരുടെ കരിയേഴ്സിനെ കുറിച്ച് തന്നെ. പക്ഷെ എന്നാൽ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ടേക്ക് അവേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാൻഡ ഇനിയും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരും. സോ വാൻഡ മരിച്ചിട്ടില്ല. സോ ഇനി നമുക്ക് 2 ബാഡ് ന്യൂസിലേക്ക് കിടക്കാം. അതിനുശേഷം വലിയൊരു കിടിലൻ ഒരു ന്യൂസും കൂടി നമുക്ക് സംസാരിക്കാനുണ്ട്. ആദ്യം തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, സൂപ്പർമാൻ്റെ ട്രെയിലർ നമ്മൾ എല്ലാവരും പ്രതീക്ഷ തന്നെയായിരുന്നു ഈ വർഷം അവസാനത്തോടെ നമുക്ക് ലഭിക്കുമെന്ന്. പക്ഷെ അത് മിക്കവാറും ഡിലേ ആകാനുള്ളൊരു സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ആൻഡ് ജെയിംസ് ഗൺ പറയുന്നത് പുള്ളിക്കാരന് ടൈം കിട്ടുന്നില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ബ്രസീൽ കോമിക്കോണിനകത്ത് അവരെന്താണെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. അവർ മൊത്തത്തോടെ സ്കിപ്പ് ചെയ്യാനാണ് സാധ്യത എന്നാണ് നമുക്കിപ്പോൾ ഏകദേശം കിട്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് അതിനെക്കുറിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് എന്താണെങ്കിലും സൂപ്പർമാൻ ലെഗസി അല്ലെങ്കിൽ ദ സൂപ്പർമാൻ സിനിമയുടെ ട്രെയിലർ നമുക്ക് ഇനിയും ഡിലേ ആകാനാണ് സാധ്യത കൂടുതൽ തന്നെ. പക്ഷെ എന്നോട് ചോദിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നില്ല, മിക്കവാറും അവരതിങ്ങനെ സ്കിപ്പ് ചെയ്ത് മൊത്തത്തോടെ കളഞ്ഞ്. കാരണം ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവർക്ക് കിട്ടുന്നത് സിനിമ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി അവർ അങ്ങനെ കളഞ്ഞു വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്താണെങ്കിൽ ഇതാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളൊരു അപ്ഡേറ്റ്. പക്ഷെ ഹോപ്പ് ഫോർ ബെസ്റ്റ് എന്ന് എനിക്ക് ഇതിനകത്ത് പറയാൻ സാധിക്കുള്ളൂ. സോ ഇനി അടുത്ത അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് സ്പൈഡർമാൻ 4നെ കുറിച്ച് തന്നെയാണ്. മിക്കവാറും സ്പൈഡർമാൻ 4ഉം ഡിലേ ആകാനുള്ളൊരു സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോം ഹോളണ്ടിന്റെ ഷെഡ്യൂൾ കൊണ്ട് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ടോം ഹോളണ്ട് ഇനി അടുപ്പിച്ച് 3 വലിയ സിനിമകൾ തന്നെയാണ് പുള്ളിക്കാരൻ്റെ ഷെഡ്യൂളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എടുത്തു പറയേണ്ട അവഞ്ചേഴ്സ് ഡൂംസ് ഡേ അവിടെ നിൽപ്പുണ്ട്. അതുകൂടാതെ തന്നെ ക്രിസ്റ്റഫർ നോളനായിട്ട് അവരൊരു വാമ്പയർ മൂവി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെയൊക്കെ കൂടെ സ്പൈഡർമാൻ 4ഉം കൂടി വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആക്ടേഴ്സിനെ പോലെ ടോം ഹോളണ്ടിന് ആ ഒരു ഡേറ്റ് അത്ര നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യാൻ കഴിയുന്നില്ലെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്ത് ആ ഒരു റിലീസ് ഡേറ്റ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മിക്കവാറും ഒരു 4-5 മാസം അവർ ഡിലേ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്കിപ്പോൾ ഏകദേശം സോണിയുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുള്ളൊരു അപ്ഡേറ്റ് തന്നെ. ആൻഡ് ഡിലേ ആക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു സിനിമ കിട്ടുവാണെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ചുമ്മാ റഷ് ചെയ്ത് ചെയ്യുന്നതിനേക്കാളും നല്ലത് കുറച്ച് ടൈം എടുത്ത് നമുക്ക് നല്ലൊരു സ്ക്രിപ്റ്റിൽ നല്ലൊരു സിനിമ ലഭിക്കട്ടെ എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. സോ ഇത് രണ്ടുമാണ് നമുക്ക് പറയാനുണ്ടായിരുന്ന ബാഡ് ന്യൂസ്, 2 ഡിലേയെ കുറിച്ച് തന്നെ. ഇനി അത് പറയുമ്പോൾ തന്നെ മറ്റൊരു വലിയൊരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ റെഡ് ഹൾക്കിൻ്റെ കാര്യം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കുന്നത്, റെഡ് ഹൾക്കിനെ മാർവൽ ഒരു കൊലീഷൻ കോഴ്സിലാണ് നിർത്തിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ്. എന്താണ് ആ ഒരു കൊലീഷൻ കോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്താണെങ്കിലും ക്യാപ്റ്റൻ അമേരിക്കയുടെ വരാനിരിക്കുന്ന ആ ഒരു സിനിമയിൽ മാത്രം ആയിരിക്കില്ല റെഡ് ഹൾക്കിൻ്റെ ക്യാരക്ടറിനെ കാണാൻ പോകുന്നത്.
മിക്കവാറും ഡൂംസ് ഡേയിലും നമുക്ക് ആ ഒരു ക്യാരക്ടറിനെ കാണാൻ സാധിക്കും. ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ മാർവൽ പ്രോജക്റ്റിൽ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് നമുക്കിപ്പോൾ ഏകദേശം കിട്ടിയിട്ടുള്ളൊരു അപ്ഡേറ്റ്. ആൻഡ് നമുക്കറിയാം റോബർട്ട് ഡൗണി ജൂനിയറിന്റെ ഡൂം എന്ന് പറഞ്ഞ വലിയൊരു വില്ലൻ നിൽക്കുന്ന സമയത്ത് ആ ഒരു വില്ലന്റെ കട്ടയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ വേണം. അതിൻ്റെ ഒരു കൊളിഷൻ കോഴ്സിലാണ് സത്യം പറഞ്ഞാൽ ഹാരിസൺ ഫോർഡ് റെഡ് ഹൾക്കിനെ അവർ കൊണ്ടുവന്ന് വെച്ചേക്കണേന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണേ. ആൻഡ് ഇവർ തമ്മിയിട്ടുള്ളൊരു ഡയറക്റ്റ് ഫൈറ്റ് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് പിന്നീട് മാർവൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഹാരിസൺ ഫോർഡ് ആസ് എ ആക്ടർ പുള്ളിക്കാൻ ഇനിയും കൂടുതൽ മാർവൽ സിനിമയിൽ അപ്പിയർ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ റെഡ് ഹൾക്കിൻ്റെ ക്യാരക്ടറിനെ അവർ വീണ്ടും ബാക്കിയുള്ള പ്രൊജക്ട്സിൽ കൊണ്ടുവരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണേ. പക്ഷെ എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഡോക്ടർ ഡൂം vs റെഡ് ഹൾക്ക് അതെന്താണെങ്കിലും മാർവൽ സംഭവിപ്പിച്ചിരിക്കും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇവർ രണ്ടുപേരും കൂടി ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? എനിക്കറിയാം ആൻസർ എന്താ എന്നുള്ളൊരു കാര്യം തന്നെ. പിന്നെ പ്ലോട്ട് ആർമർ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു കാര്യങ്ങൾ പല ഹീറോയ്ക്കും ഉള്ളത് തന്നെയാണ്. അത് ഏറ്റവും കൂടുതൽ നമ്മുടെ ബാറ്റ്മാനാണ്. സോ എനിക്കറിയാം എന്തായിരിക്കും അതിനകത്ത് സംഭവിക്കാൻ പോണ എന്താ പറയണ്ട, അത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് എന്നുള്ളൊരു കാര്യം തന്നെ. സോ ഇതൊരു വലിയൊരു അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ജസ്റ്റ് ഒറ്റൊരു സിനിമയിൽ കാണിച്ച് തള്ളിക്കളയാൻ പോകുന്നൊരു ക്യാരക്ടർ അല്ല, ഇനി വരാൻ പോണ മാർവൽ പ്രൊജക്ട്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ്. അതൊക്കെ ചോദിക്കുമ്പോഴും നമ്മുടെ ഒറിജിനൽ ഹൾക്കിന് അപ്പോൾ എന്താണ് അവർ കൊടുക്കാൻ പോകുന്നത്? പുള്ളിക്കാൻ ആ ഒരു ഇൻക്രെഡിബിൾ ഹൾക്ക് കഴിഞ്ഞിട്ട് ഒരു ഇൻഡിവിജ്വൽ സിനിമ പോലും അവർ കൊടുത്തില്ല. ഭയങ്കര തെണ്ടിത്തരമായി പോയി. സോ ഇതെല്ലാം തന്നെയാണ് നമുക്ക് ഈ ആഴ്ച ലഭിച്ചിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ. സോ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഏതൊരു ന്യൂസിന് വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാവുന്നത് തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. പിന്നെ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് പരിഗണിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി നമുക്ക് വലുതാക്കി കൊണ്ടുവരാൻ കഴിയുള്ളൂ. ആൻഡ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹെൽപ്പ് എനിക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. സോ അവർ ടീം അസംബിൾ, അവഞ്ചേഴ്സ് അസംബിൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ awesome. See you guys next episode. Watch.